ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഷമാസ് വേൾഡ്. ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു ട്രിപ്പ് പോയിരുന്നു ഊട്ടിയിൽ. അപ്പോൾ തിരിച്ചു വരുന്ന വഴി നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ റെസ്റ്റോറൻറ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് വരുന്ന വഴിയാണ്. നല്ല കോടയും തണുപ്പുമായിരുന്നു അവിടെ. ഇതുവരെ നമുക്ക് ഇങ്ങനെ ഒരു ക്ലൈമറ്റ് കിട്ടിയിട്ടില്ല. ഇതാണ് ഞങ്ങൾ കയറിയ മലബാർ റെസ്റ്റോറൻറ്റ്. അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ശരവണ ഭവനുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ടൈമിലാണ് വരുന്നതെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും ശരവണ ഭവനായിരിക്കും പ്രിഫർ ചെയ്യുന്നത്. ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്കും ഏകദേശം 1 മണി കഴിഞ്ഞു. സോ ലഞ്ച് ടൈമാണ്. മലബാർ റെസ്റ്റോറൻറ്റിൽ വെജ് ഐറ്റംസും നോൺ വെജ് ഐറ്റംസും ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റ് ലൊക്കേഷൻ വരുന്നത് പാലക്കാട് ഇരുമയൂറാണ്. ഞങ്ങൾ കയറിയ സമയത്ത് റെസ്റ്റോറൻറ്റിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളൊരു 11 പേരുണ്ടായിരുന്നു. ഫസ്റ്റ് ഫ്ലോറിലാണ് ഞങ്ങൾ ഇരുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഭയങ്കര തിരക്കായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നോൺ എ സിയും ഫസ്റ്റ് ഫ്ലോറിൽ എ സിയും ആയിരുന്നു. രാത്രിയാണ് വരുന്നതെങ്കിൽ റെസ്റ്റോറൻറ്റ് കാണാൻ ഇത്രയും കൂടി ഭംഗിയായിരിക്കും. നിറയെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. കുറേ ഫോട്ടോ എടുക്കാനുള്ള കുറേ സ്പേസൊക്കെ ഉണ്ട് നമുക്ക്. ചിക്കൻ ബിരിയാണിയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും, അതും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടുത്തത് വന്നത് നമ്മുടെ ചിക്കൻ കറിയും ചപ്പാത്തിയുമാണ്. ചിക്കൻ കറിക്ക് ഇത്തിരി വെറൈറ്റി ലുക്കായിരുന്നു. നല്ല ഭംഗിയുള്ള ഒരു കറിച്ചട്ടിയിലാണ് വന്നത്. ചപ്പാത്തിയും വളരെ സോഫ്റ്റായിരുന്നു. ഒരു നാടൻ ടച്ചുള്ള ചിക്കൻ കറി ആയിരുന്നു കേട്ടോ അത്. ഇത്ര ഐറ്റംസൊക്കെ വന്നതിന് ശേഷം ലാസ്റ്റാണ് മന്തി വന്നത്. ഞങ്ങൾ കൂടുതൽ പേരും മന്തിയാണ് ഓർഡർ ചെയ്ത് വെച്ചത്. ഇവിടെ നാൻ പൊറോട്ട അങ്ങനത്തെ ഐറ്റംസും വെജ് ഐറ്റംസും ഒക്കെ ഉണ്ട് കുറേ. പിന്നെ മീൽസും ഫിഷ് കറി മീൽസും ഒക്കെ ഉണ്ട്. ഞങ്ങൾ നോർമൽ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. ഉച്ച സമയമായതുകൊണ്ട് അവിടെ അൽഫാം കുഴിമന്തി റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ നോർമൽ കുഴിമന്തിയാണ് ഓർഡർ ചെയ്തത്. മന്തി ഓർഡർ ചെയ്തപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു റൈസ് കുറേ ഉണ്ടാകും, സോ പീസ് എക്സ്ട്രാ ഓർഡർ ചെയ്താൽ മതിയെന്ന്. അതേപോലെ തന്നെ റൈസ് കുറേ ബാലൻസും വന്നു. പിന്നെ സെപ്പറേറ്റ് ബൗളിൽ സാലഡ്സും ഉണ്ടായിരുന്നു. മയോണൈസും ലാവിഷായിരുന്നു. ബില്ല് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരിതേ ഇങ്ങനൊരു സംഭവം തന്നു. വണ്ടി കയറിയ ശേഷമാണ് അത് പൊട്ടിച്ചത്. ഇതിൻ്റെ ഉള്ളിൽ ജീരകവും ചെറിയ വൈറ്റ് ബോൾസ് അങ്ങനെ കുറച്ച് സംഭവങ്ങളായിരുന്നു. കൽക്കണ്ടം അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു പാക്ക്. ട്രാവലൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഫുഡിന് ശേഷം ഇങ്ങനൊരു പാക്ക് കിട്ടിയത് നല്ലതായിരുന്നു. എല്ലാവരും അത് വണ്ടിയിലിരുന്ന് തന്നെ പൊട്ടിച്ച് കഴിച്ചു. പിന്നെ വണ്ടിയിൽ ഫുൾ പാട്ടൊക്കെ ആയിരുന്നു. ഡിന്നർ ടൈമിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ റൂട്ടിൽ കൂടി പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.